ഒരുപാട് പെൺകുട്ടികൾ മെസ്സേജ് അയക്കുന്ന ഒരു കോമൺ സംശയമുണ്ട്. അതായത് അവരവരുടെ പീരിയഡ്സിൻ്റെ ഡേറ്റ്, പീരിയഡ്സിൻ്റെ ക്യാരക്ടറൊക്കെ പറഞ്ഞിട്ട് അവർ ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഇത് കോമൺ ആണോ, അല്ലെങ്കിൽ ഇത് നോർമൽ പീരിയഡ് ആണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അബ്നോർമൽ പീരിയഡിനെ കുറിച്ച് പറഞ്ഞുതരാം. അതായത് അസാധാരണമായ ആർത്തവം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ആയിരിക്കും എന്ന് നമുക്കൊന്ന് അറിയാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പീരിയഡ്സ് എന്ന് പറയുമ്പോൾ അത് ഓരോ സ്ത്രീയിലും ഓരോ പോലെയാണ് ഉണ്ടാവുക. ഓരോ വ്യക്തിക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. സാധാരണഗതിയിൽ ഒരു 20 മുതൽ 90 ml ബ്ലഡാണ് ഒരു മന്തിലുള്ള ബ്ലീഡിങ്ങിൽ അവർക്ക് നഷ്ടപ്പെടുന്നത്. ഇനി കൂടിയ അളവിലുള്ള ബ്ലീഡിങ് അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഒരു മണിക്കൂറിൽ തന്നെ 1-2 പാഡുകൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്ന തരത്തിലുള്ള ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് ഹെവി ബ്ലീഡിങ് ആണ്. സാധാരണ ഈ ഗർഭാശയ മുഴകളിലൊക്കെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ബ്ലീഡിങ് കാണാറുള്ളത്. അടുത്തത് കുറഞ്ഞ അളവിലുള്ള ബ്ലീഡിങ് അല്ലെങ്കിൽ ലൈറ്റ് ബ്ലീഡിങ്. ഈ ഹോർമോണിൻ്റെ ഇംബാലൻസുകൾ, പിന്നെ ഗർഭനിരോധന മാർഗങ്ങളുടെ ഉപയോഗം, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കുന്ന ആളുകളിൽ, പിന്നെ പെട്ടെന്ന് ഭക്ഷണം നിയന്ത്രിച്ച് വെയിറ്റ് കുറഞ്ഞ ആളുകളിൽ ഒക്കെയാണ് കുറഞ്ഞ അളവിലുള്ള ബ്ലീഡിങ് കാണാറ്. ചില ആളുകളിൽ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ഘട്ടത്തിലും ഈ ഒരു ചെറിയ സ്പോട്ടിങ് അല്ലെങ്കിൽ ചെറിയ ബ്ലീഡിങ് കാണിക്കാറുണ്ട്. പിന്നെ ആർത്തവ രക്തം എന്ന് പറയുമ്പോൾ അത് ദ്രാവക രൂപത്തിലാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ ചെറിയ ചെറിയ ക്ലോട്ടുകൾ അല്ലെങ്കിൽ കട്ടകൾ അത് നോർമലാണ്. നമ്മുടെ എൻഡോമെട്രിയം ഷ്രെഡ് ചെയ്യണോണ്ടാണ് അങ്ങനെ ചെറിയ രീതിയിലുള്ള ക്ലോട്ടുകൾ കാണുന്നത്. എന്നാൽ വലിയ ക്ലോട്ടുകൾ കാണുന്നുണ്ടെങ്കിൽ അത് അബ്നോർമൽ ബ്ലീഡിംഗ് ആണ്. അതായത് ഗർഭാശയ മുഴകളിലൊക്കെയാണ് സാധാരണഗതിയിൽ വലിയ ക്ലോട്ടുകൾ കാണാറുള്ളത്. പിന്നെ ഈ ഒരു മെൻസ്ട്രൽ ബ്ലീഡിങ്ങിന് ചെറിയ രീതിയിലുള്ള ഒരു സ്മെല്ല് ഉണ്ടാവും. പക്ഷെ അത് ഭയങ്കര ദുർഗന്ധത്തോട് കൂടിയിട്ടാണ് ബ്ലീഡിങ് എങ്കിൽ അത് എന്തെങ്കിലും അണുബാധയുടെ ലക്ഷണമാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ പീരിയഡ്സിൻ്റെ സമയത്തുള്ള വേദന സാധാരണമാണ്. ചെറിയ വേദനയാണ്, നമുക്ക് സഹിക്കാൻ കഴിയുന്ന വേദന സാധാരണമാണ്. എന്നാൽ നമ്മുടെ ഡെയിലി റൂട്ടീനെ ബാധിക്കുന്ന തരത്തിൽ അമിതമായിട്ടുള്ള വേദനയുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ഗർഭാശയ മുഴകളുടെയോ എൻഡോമെട്രിയോസിസിൻ്റെയോ ഒക്കെ ലക്ഷണമാവാം. ഇത്തരത്തിൽ നമ്മളുടെ പീരിയഡ്സിനുള്ള പെട്ടെന്നുള്ള മാറ്റങ്ങൾ, ദുർഗന്ധം, ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ്, അല്ലെങ്കിൽ നോർമലി ബ്ലീഡ് ചെയ്തിരുന്ന ഒരാളിൽ ബ്ലഡിൻ്റെ അളവ് വളരെ കുറയുക, സഹിക്കാൻ കഴിയാത്ത വേദന വരിക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ സ്വയം ചികിത്സിക്കാതെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.